بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين سيدنا ونبينا ومولانا محمد وعلى آله وأصحابه وأتباعه إلى يوم الدين. أما بعد. بسم الله الرحمن الرحيم. كتاب التوبة. വഹുവ ഈ കിതാബ് തൗബ എന്ന ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഇഹ്യാ ഉലൂമുദ്ദീൻ്റെ പ്രധാനപ്പെട്ട ഒരു പാഠഭാഗമാണ് കിതാബ് തൗബ. അത് അൽ കിതാബുൽ അവ്വലു, ആദ്യത്തെ കിതാബാണ്. മിൻ റുബഉൽ മുൻജിയാത്തി മിൻ കിതാബി ഇഹ്യാ ഉലൂമുദ്ദീൻ. ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന ഗ്രന്ഥത്തിലെ റുബഉൽ മുൻജിയാത്തിൽ നിന്നുള്ള ആദ്യത്തെ കിതാബാണ്. 4 റുബുകളായിട്ടാണ് ഇഹ്യാ ഉലൂമുദ്ദീനെ തിരിച്ചിരിക്കുന്നത്. റുബുൽ ആദാത്ത്, റുബുൽ ഇബാദാത്ത്, റുബുൽ മുഹ്ലികാത്ത്, റുബുൽ മുൻജിയാത്ത്. ആദാത്ത് നമുക്കറിയാം, ഇബാദാത്തും അറിയാം. മുഹ്ലികാത്ത് നശിപ്പിക്കുന്ന, മനുഷ്യനെ നശിപ്പിക്കുന്ന കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെടുന്ന ആത്മീയവും ആയ എല്ലാ രോഗങ്ങളെക്കുറിച്ചുമെല്ലാം ഉള്ള ഭാഗമാണ് അത് മുഹ്ലികാത്ത്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. റുബുൽ മുൻജിയാത്ത്, രക്ഷപ്പെടുത്തുന്ന വഴികൾ. അതിനെക്കുറിച്ചുള്ള പാഠഭാഗത്തിൻ്റെ ആദ്യമാണ് കിതാബ് തൗബ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അല്ലാഹുവിനാണ്. ബി തഹ്മീദിഹി, അവനെ സ്തുതിക്കൽ കൊണ്ട്, യുസ്തഫ്തഹു കുല്ലു കിതാബ്, എല്ലാ കിതാബിൻ്റെയും പ്രാരംഭം കുറിക്കപ്പെടുന്നത് അവൻ്റെ സ്തുതി കൊണ്ടാണ്. വബിദിക്രിഹി, അവൻ്റെ സ്മരണ കൊണ്ടാണ്. യുസദ്ദറു കുല്ലു ഖിതാബിൻ, എല്ലാ സംഭാഷണത്തിനും പ്രാരംഭം കുറിക്കുന്നത്. എല്ലാ സംഭാഷണവും ആരംഭിക്കുന്നത് അവൻ്റെ ദിക്ർ കൊണ്ടാണ്, അവനെ ഓർക്കൽ കൊണ്ടാണ്. അങ്ങനെ ആകണം എന്നർത്ഥം. വബിഹംദിഹി, അവനെ സ്തുതിക്കൽ കൊണ്ട്, യതനഹമു അഹ്ലുൻ നഈം, നഈമിൻ്റെ ആൾക്കാർ, ആസ്വാദ്യതയുടെ ആൾക്കാർ, വിജയികൾ, അവർ ആസ്വാദ്യത അനുഭവിക്കും. ഫി ദാരി സവാബ്, പ്രതിഫലത്തിൻ്റെ ഭവനത്തിൽ. പ്രതിഫലത്തിൻ്റെ ഭവനം അഥവാ സ്വർഗം, അവിടെ അഹ്ലുൻ നഈം ഈ ഹംദ് കൊണ്ട് ആസ്വാദ്യരാകും. അവർ പറയും, അൽഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നൽ ഹസൻ, അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. ഇതുപോലുള്ള ഉന്നതമായ വാക്കുകൾ അവർ പറയും സ്വർഗത്തിൽ പോയി കഴിയുമ്പോൾ. അവൻ്റെ ഹംദ് കൊണ്ടാണ് ആ സ്വർഗവാസികൾ പരസ്പരം ആസ്വദിക്കുന്നത്. വബിസ്മിഹി, അവൻ്റെ നാമം കൊണ്ട്, യതസല്ലൽ അഷ്ഖിയാഉ, പരാജയപ്പെട്ടവർ ഒരു സമാധാനം അടയും. പരാജയപ്പെട്ടവർക്ക് സമാധാനം അടയാൻ പറ്റുന്ന വഴിയാണ് അവൻ്റെ നാമം. അവർ ഒരു സമാധാനം ഉണ്ടാകും അവർക്ക്. നരകത്തിൽ പോകുന്നവരാണെങ്കിൽ പോലും അള്ളാഹുവിൻ്റെ നാമം പറയുമ്പോൾ അവർക്കൊരു സമാധാനം ഉണ്ടാകും. വഇൻ ഉർഖിയ ദൂനഹും, അവരുടെ മുമ്പിൽ താഴ്ത്തിയിടപ്പെട്ടാലും ശരി, അൽ ഹിജാബ്, മറയിടപ്പെട്ടിട്ടുണ്ട് അവരുടെയും സ്വർഗത്തിൻ്റെയും ഇടയിൽ. എന്നാലും അവർക്ക് ആ നാമം പറയുമ്പോൾ ഒരു സമാധാനമുണ്ടാകും. വദുരിബ ബൈനഹും, അവരുടെയും ബൈന സ്വാദായി, വിജയികളുടെയും ഇടയിൽ നിശ്ചയിക്കപ്പെട്ടാലും ശരി, സൂറിനെ ഇടപെട്ടാലും ശരി. സൂർ എന്ന് പറഞ്ഞാൽ ഭിത്തി. ലഹു ബാബ്, അതിന് വാതിലുണ്ടാകും. ഇവരുടെയും വിജയികളുടെയും, പരാജയികളുടെയും വിജയികളുടെയും ഇടയിൽ ചില ഭിത്തികൾ ഇടപെട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ശരി, അഥവാ അവർക്ക് വിജയികളിലേക്ക് എത്താൻ കഴിയുകയില്ല, എന്നാൽ പോലും അള്ളാഹുവിൻ്റെ നാമം പറയുമ്പോൾ അവർക്ക് ഒരു സമാധാനമുണ്ട്. അവൻ കാരുണ്യവാനാണല്ലോ. ബാത്തിനുഹു ഫീഹിർ റഹ്മത്തു വലാഹിറുഹു മിൻ ഖിബലിഹിൽ അദാബ്. ഖുർആന്റെ ആയത്തിൻ്റെ ഒരു കഷ്ണം എടുത്തിട്ടാണ് അവിടെ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ദുരിബ ബൈനഹും, അതുള്ള ഖുർആനിൻ്റെ കഷ്ണമാണ്. ബാത്തിനുഹു ഫീഹിർ റഹ്മത്തു, ആ ഭിത്തി, അതിൻ്റെ ഉൾഭാഗം, ആ ഉൾഭാഗം കാരുണ്യമാണ്. ഉൾഭാഗത്ത് കാരുണ്യമാണ്. വലാഹിറുഹു മിൻ ഖിബലിഹിൽ അദാബ്, അതിൻ്റെ ലാഹിർ ബാഹ്യമായി നോക്കുമ്പോൾ
അത് അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്നുള്ള അദാബാണ്. എന്ന് പറഞ്ഞാൽ ഈ വിജയികളായ ആൾക്കാർ ത്യാഗത്തിലും കഷ്ടപ്പാടിലും ദുരിതത്തിലും കഴിഞ്ഞുകൂടുന്നവരായിരിക്കും. ബാഹ്യമായി നോക്കുകയാണെങ്കിൽ അവർ അദാബിലായിരിക്കും, പക്ഷേ ഉള്ളിൽ അവർ റഹ്മത്തിലായിരിക്കും. അള്ളാഹുവിനെ സ്തുതിക്കാൻ വേണ്ടി ഇമാം ഗസാലി എടുത്ത വചനങ്ങളാണ്. അവനിലേക്ക് നാം തൗബ ചെയ്ത് മടങ്ങുന്നു. തൗബത്തമ്മൻ, ഒരാളുടെ തൗബ. എങ്ങനത്തെ ഒരാള്? യൂഖിനു, അയാൾ ഉറപ്പിക്കും, അന്നഹു റബ്ബുൽ അർബാബ്, ഇവൻ റബ്ബുകളുടെ എല്ലാം റബ്ബാണ്, സംരക്ഷകരുടെ എല്ലാം സംരക്ഷകനാണ് എന്ന് ഉറപ്പിച്ചയാളുടെ തൗബ ഞാൻ തൗബ ചെയ്യുന്നു. അവൻ മുസബ്ബിബുൽ അസ്ബാബ്, മുസബ്ബിബുൽ അസ്ബാബ്, സബബുകളെ നിശ്ചയിച്ചവൻ, സബബുകൾ നിശ്ചയിച്ചവൻ, ഓരോ കാര്യങ്ങൾക്ക് കാരണങ്ങൾ നിശ്ചയിച്ചവൻ. അങ്ങനത്തെ രക്ഷിതാവിലേക്ക് നാം തൗബ ചെയ്ത് മടങ്ങുന്നു. വനർജുഹു, നാം അവനെ ആശിക്കുന്നു. റജാഅമൻ, ഒരാളുടെ പ്രതീക്ഷ. എങ്ങനത്തെ ഒരാള്? യഅലമു, അയാൾ അറിയും, അന്നഹു, ഇവൻ രക്ഷിതാവ്, അൽ മലിക്കുർ റഹീമുൽ ഗഫൂറു തവ്വാബ്, അവൻ അധികാരിയാണ്, അവൻ റഹീമായ അധികാരിയാണ്, അവൻ ഗഫൂറായവനാണ്, അവൻ തവ്വാബായവനാണ്. അങ്ങനത്തെ രക്ഷിതാവിനെ അറിഞ്ഞവന്റെ പ്രതീക്ഷ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. വനംസജുൽ ഖൗഫ, വനംസിജുൽ ഖൗഫ, ഭയത്തിനെ നാം കലർത്തുന്നു. ബി റജാഇന, നമ്മുടെ റജാഇനോട്. അൽ ഈമാനു ബൈനൽ ഖൗഫി വർ റജാ എന്ന് പറഞ്ഞിട്ടില്ലേ, അതാണ്. ഖൗഫിനെ നാം കലർത്തുന്നു നമ്മുടെ റജാഇനോട്. മസ്ജമൻ, ഒരാളുടെ കലർത്തൽ. ലാ യർതാബ്, അയാൾക്ക് സംശയമേ ഇല്ല. എന്ത് വിഷയത്തിൽ? അന്നോ, നിശ്ചയം, അള്ളാഹു മാ കൗനിഹി, അവനായതോടുകൂടെ, ഗാഫിറൻ, നമ്പി പാവം പൊറുക്കുന്നവനായതോടുകൂടെ, വഖാബില തൗബി, തൗബയെ സ്വീകരിക്കുന്നവനായതോടുകൂടെ, അവൻ ആരാണ്? ഷദീദുൽ ഇഖാബ്, കഠിനമായി ശിക്ഷിക്കുന്നവനാണ് എന്ന വിഷയത്തിൽ അവന് സംശയമില്ല. അങ്ങനെ സംശയമില്ലാത്തയാളുടെ കലർത്തൽ നാം കലർത്തുന്നു. അഥവാ നമ്മൾ അള്ളാഹുവിനോട് ഖൗഫും റജാവും വെച്ച് പുലർത്തുന്നു. രക്ഷിതാവായ അള്ളാഹു എന്താണ് ആയത്ത്? പിന്നെ നബ്ബി ഇബാദി അന്നി അനൽ ഗഫൂറുർ റഹീം, എൻ്റെ അടിമകളോട് പ്രവാചകരെ താങ്കൾ പറഞ്ഞു കൊടുക്കണം, അന്നി അനൽ ഗഫൂറുർ റഹീം, ഞാൻ ഗഫൂറുർ റഹീം ആണെന്ന് പോരാ. വഅന്ന അദാബി ഹുവൽ അദാബുൽ അലീം, എൻ്റെ അദാബ് ഏറ്റവും വേദനയുള്ളതാണെന്ന് പറഞ്ഞു കൊടുക്കണം. ഖൗഫും റജാവും ഒന്നിച്ചു പോകുമ്പോഴാണ് വിശ്വാസിയുടെ വിശ്വാസം പൂർണ്ണമാകുന്നത്. ഇവിടെ വരെയും ഹംദാണ് ഇമാം ഗസാലിയുടെ. വനുസല്ലി അലാ നബിയിഹി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നാം സ്വലാത്ത് പറയുന്നു അലാ നബിയിഹി, അവൻ്റെ നബിയുടെ മേൽ, മുഹമ്മദിൻ, അതായത് മുഹമ്മദിന്റെ മേൽ, സല്ലല്ലാഹു അലൈഹി വസല്ലം, വഅലാ ആലിഹി വസഹ്ബിഹി, സ്വലാത്തൻ, ഒരു സ്വലാത്ത്. എങ്ങനത്തെ സ്വലാത്താണ്? തുൻജിദുന, ആ സ്വലാത്ത് നമ്മളെ രക്ഷപ്പെടുത്തും. മിൻ ഹൗലിൽ മത്ലഇ, എത്തി നോക്കുന്ന ഭയാനകതയിൽ നിന്നും. യൗമൽ അർളി വൽ ഹിസാബി, അർളിന്റെയും ഹിസാബിന്റെയും ദിവസം, ഖിയാമത്തിൽ നരകത്തിലേക്ക് എത്തി നോക്കുന്ന ആ ഭയാനകത ഉണ്ടല്ലോ, അതിൽ നിന്നും നമ്മളെ രക്ഷപ്പെടുത്തുന്നതായ സ്വലാത്ത്, ആ സ്വലാത്ത് നമ്മളെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തും. തുമഹിദുലന, നമുക്ക് അത് അസ്ഥിവാരമിട്ട് തരികയും ചെയ്യും. അള്ളാഹുവിനടുക്കൽ സുൽഫ, ഒരു അടുപ്പത്തെ, ഹുസ്ന മഹാബ്, നല്ല മടക്കത്തെ, ആ സ്വലാത്ത് കാരണമായി അത് കിട്ടും. അങ്ങനെയുള്ള സ്വലാത്ത് നാം ചൊല്ലുന്നു. അമ്മാ ബഅദ് ഫഇന്ന തൗബത അനിദ് ദുനൂബി, അപ്പോൾ തൗബ, പാപങ്ങളെ തൊട്ട് തൗബ ചെയ്യൽ. ബിർറുജൂഇ ഇലാ സത്താറുൽ ഉയൂബി, സത്താറുൽ ഉയൂബായ അയ്ബുകളെല്ലാം മറയ്ക്കുന്ന അള്ളാഹുവിലേക്ക് മടങ്ങൽ കൊണ്ട് തൗബ ചെയ്യൽ. അല്ലാമുൽ ഗുയൂബി, അല്ലാമുൽ ഗുയൂബുമായ അദൃശ്യകാര്യങ്ങളെ അറിയുന്നവനായ, അയ്ബുകളെ മറയ്ക്കുന്നവനായ അള്ളാഹുവിലേക്ക് മടങ്ങൽ കൊണ്ട് പാപങ്ങളെ തൊട്ട് തൗബ ചെയ്യൽ. മബ്ദഉ തരീഖി സാരിഖീൻ, സാരിക്കുകളുടെ വഴിയുടെ പ്രാരംഭമാണ്. ഇന്ന തൗബയുടെ ഖബറാണ് മബ്ദഉ തരീഖി സാരിഖീൻ, സാരിക്കുകൾ, അള്ളാഹുവിൻ്റെ ഉന്നതമായ വഴിയിലേക്ക് പ്രവേശിച്ച സൂഫിവര്യന്മാർ, അവരുടെ വഴിയുടെ പ്രാരംഭമാണ് തൗബ. തൗബയിലൂടെയാണ് അങ്ങോട്ട് കടക്കേണ്ടത്. തൗബയില്ലാണ്ട് കടക്കാൻ പറ്റില്ല. ആദ്യം വഴി വെട്ടിത്തെളിക്കണം, അതാണ് തൗബ. മാത്രമല്ല റഅ്സു മാലിൽ ഫായിസീന, വിജയികളുടെ റഅ്സുമാലുമാണ്, മൂലധനം, വിജയികളുടെ മൂലധനവുമാണ് തൗബ. വഅവ്വലു അഖ്ദാമിൽ മുരീദീന, അള്ളാഹുവിനെ ഉദ്ദേശിക്കുന്നവരുടെ ആദ്യ കാൽവെപ്പുമാണ് തൗബ. അള്ളാഹുവിൻ്റെ
ഉന്നതമായ റഹ്മത്തിനെ ഉദ്ദേശിക്കുന്നവർ, മുരീദാകുന്നവർ, അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആദ്യ കാൽവെപ്പാണ് തൗബ. മിഫ്താഹു ഇസ്തിഖാമത്തിസ് മാഹിലീന, അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക് ചായുന്നവരുടെ ഇസ്തിഖാമത്തിന്റെ താക്കോലാണ് തൗബ. ദീനിൽ മുസ്തഖീമാകണമെങ്കിൽ തൗബ വേണം. അതിലേക്ക് ചായുന്നവർ, അള്ളാഹുവിലേക്ക് ചായുന്നവരുടെ ഇസ്തിഖാമത്തിന്റെ താക്കോലാണ് തൗബ. വമത്ലഉൽ ഇസ്തിഫാഇ വൽ ഇജ്തിബാഇ ലിൽ മുഖറബീന, അള്ളാഹുവിന്റെ മുഖറബുകളായ ദാസന്മാർ, അവരുടെ ഇസ്തിഫാഇന്റെയും ഇജ്തിബാഇന്റെയും മത്ലഅാണ്. അഥവാ ഇസ്തിഫാ എന്ന് പറഞ്ഞാൽ അള്ളാഹു അവരെ തെരഞ്ഞെടുത്തു എന്നതിന്റെ മത്ലഅ, അതിനെ വെളിവാക്കുന്ന സ്ഥലമാണ്. ഇജ്തിബാന്റെ അർത്ഥം അത് തന്നെയാണ്. മുഖറബുകൾ അള്ളാഹു തെരഞ്ഞെടുത്തു എന്നുള്ളതിന്റെ അടയാളമാണ് എന്ത്? തൗബ. മാത്രമല്ല വലി അബീന ആദം അലൈഹിസ്സലാം, നമ്മുടെ പിതാവ് ആദം അലൈഹിസ്സലാമിനെ അള്ളാഹു തെരഞ്ഞെടുത്തു എന്നുള്ളതിന്റെയും അടയാളമാണ്. അല്ലാഹു അസ്തഫ ആദമ എന്ന് പറഞ്ഞില്ലേ, ആദം അലൈഹിസ്സലാമിനെ അള്ളാഹു തെരഞ്ഞെടുത്തു എന്നുള്ളതിന്റെ അടയാളമാണ്. സാഇരിൽ അംബിയാഇ അജ്മഈൻ, മുഴുവൻ നബിമാരുടെ മേലും അലൈഹിസ്സലാം. അത് തന്നെ ആദം നബി അള്ളാഹു തെരഞ്ഞെടുത്തു എന്നുള്ളതിന്റെ അടയാളവുമാണ് ആ തൗബ. വമാ അജ്ദറ ബിൽ ഔലാദി അൽ ഇഖ്തിദാഉ ബിൽ ആബാഇ, വമാ അജ്ദറ ബിൽ ഔലാദി, സന്താനങ്ങൾക്ക് എത്രയോ അർഹമായതാണ് അൽ ഇഖ്തിദാഉ ബിൽ ആബാഇ വൽ അജ്ദാദി, പിതാക്കന്മാരെയും പിതാക്കന്മാരെയും പിതാമഹന്മാരെയും പിൻപറ്റൽ, പിതാക്കന്മാരെയും ഉപ്പപ്പാമാരെയും പിൻപറ്റൽ സന്താനങ്ങൾക്ക് എത്രയോ അർഹമാണ്. അഥവാ ആദം അലൈഹിസ്സലാം എന്ത് ചെയ്തു അതെല്ലാം മക്കളും ചെയ്യും. പിതാവിനെയും പൂർവ്വപിതാവിനെയും എല്ലാം പിൻപറ്റലാണ് മക്കളുടെ വഴി, അവരുടെ പ്രകൃതി അതാണ്. ഫലാ ഉർവ, അതിശയമില്ല, ഇൻ അദ്നബൽ ആദമിയു, ഒരു മനുഷ്യൻ പാപം ചെയ്താൽ, വജിത്തറമ, അത് ജുറുമ്, തെറ്റ് ചെയ്തു, എന്നാൽ അതിൽ അതിശയിക്കേണ്ട കാര്യമില്ല. കാരണം ഫഹിയ, ഈ തെറ്റ് ഷിൻഷിനത്തുൻ, ഇതൊരു പ്രകൃതിയാണ്. നഅരിഫുഹ, നാം ആ പ്രകൃതിയെ അറിയും. മിൻ അഹ്സമ, അഹ്സം എന്ന വ്യക്തിയിൽ നിന്ന് നാം അറിയും. ഗസാലി റളിയല്ലാഹു അൻഹു തന്റെ കിതാബിന്റെ ശൈലി നാനാ വഴിയിലേക്ക് വിടുക. അഹ്സം എന്ന് പറയുന്ന വ്യക്തി എന്താണ്? അത് മറ്റൊരു വിഷയമാണ്. അതിനെ സംബന്ധിച്ചൊരു കവിതയെല്ലാം ഇത്തഹാഫിൽ കൊടുത്തിട്ടുണ്ട്. അഹ്സം എന്ന് പറയുന്ന വ്യക്തി, അയാള് തൻ്റെ പിതാവിനെ വല്ലാതെ ഉപദ്രവിച്ച ആളാണ്. അയാൾക്ക് 2-3 മക്കളുണ്ടായിരുന്നു. മക്കളത് കണ്ടു പഠിച്ചുകൊണ്ടിരുന്നു. മക്കൾ പ്രായമായപ്പോ പിതാവിന്റെ വഴി പിൻപറ്റി മക്കളും ആ പിതാവിന്റെ പിതാവിനെ, അഹ്സമിന്റെ പിതാവിനെ ഉപദ്രവിക്കാൻ തുടങ്ങി. എന്ന് പറഞ്ഞാല് തൻ്റെ പിതാവിനെ പിൻപറ്റിയാണ് ചെയ്തത്. അപ്പൊ താൻ ഈ മക്കൾ ഇങ്ങനെ ചെയ്യാൻ കാരണം പിതാവാണ്. ഒമൻ അശ്ബഹ അബാഹു ഫമാ സലം, ആരെങ്കിലും തൻ്റെ പിതാവിനോട് സാദൃശ്യമായാൽ അവൻ അക്രമം ചെയ്തതല്ല. അത് സ്വാഭാവികമാണ് അങ്ങനെ ഉണ്ടാകുക എന്നുള്ളത്. എന്താ പറഞ്ഞത്? ആദം നബി അലൈഹി ഇസ്ലാം തെറ്റ് ചെയ്തു അള്ളാഹുവിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ, നമ്മിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ അല്ല. നമ്മിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ ആദം അലൈഹി ഇസ്ലാം ഒരു തെറ്റും ചെയ്തിട്ടില്ല. കാരണം സ്വർഗത്തിലാണ് അദ്ദേഹം, സ്വർഗത്തിൽ നിയമങ്ങളൊന്നുമില്ല. ആ പഴം കഴിക്കലെന്ന് പറഞ്ഞതിന്റെ അർത്ഥമൊക്കെ വേറെയാണ്. നമ്മൾ നേരത്തെ മിൻഹാജിന്റെ ഒക്കെ പാഠത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. പഴം കഴിക്കല് എന്ന് പറഞ്ഞത് ഹറാമാണെന്ന അർത്ഥത്തിലല്ല. ആ പഴം കഴിച്ചാൽ ഭൂമി ലോകത്തേക്ക് വരേണ്ടവർ കഴിക്കണം, അതുകൊണ്ടാണ് കഴിക്കല് എന്ന് പറഞ്ഞു. മനുഷ്യ കുലത്തിന്റെ ശൈശവ ദശയാണത്. ശിശുക്കളോടൊരു കാര്യം ചെയ്യരുത് എന്ന് പറഞ്ഞിരുന്ന ചെയ്യാൻ പറയണം. താൻ ഉദ്ദേശിക്കുന്ന കാര്യത്തിന്റെ നേരെ എതിര് ചെയ്യാൻ പറയണം. അപ്പൊ ശിശുക്കൾ അതല്ലാത്ത താൻ ഉദ്ദേശിക്കുന്നതിനെ ചെയ്യും. അതാണ് ശൈശവ ദശയുടെ അവസ്ഥ. ആദം അലൈഹി ഇസ്ലാമിനോട് കഴിക്കലെന്ന് പറഞ്ഞ് കഴിക്കാൻ വേണ്ടിയാണ്. കഴിച്ചെങ്കിലേ ഈ ലോകത്തേക്ക് വരാൻ പറ്റുള്ളൂ. കാരണം കഴിച്ചാൽ പിന്നെ വയറിളക്കം പിടിക്കും. സ്വർഗം അതിന് പറ്റിയ സ്ഥലമല്ല. അങ്ങനെ ഈ ലോകത്തേക്ക് വരേണ്ടി വരും. അപ്പൊ അദ്ദേഹം അള്ളാഹുലേക്ക് ചേർത്ത് നോക്കുമ്പോഴാണ് തെറ്റെന്ന് പറയുന്നത്. നമ്മിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ അദ്ദേഹം തെറ്റൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ ആ പിതാവ് അത് ചെയ്തു. അപ്പൊ പിന്നെ മക്കളും അത് ചെയ്യും. അപ്പൊ അതൊരു അക്രമമാണെന്ന് പറയാൻ പറ്റത്തില്ല. അഹ്സം തന്റെ പിതാവിനെ ഉപദ്രവിച്ച പോലെ അഹ്സമിന്റെ മക്കളും ആ പിതാവിനെ ഉപദ്രവിച്ചു, ഉപ്പപ്പയെ ഉപദ്രവിച്ചു എന്നാണ് ഇത്തഹാഫിൽ പറഞ്ഞിരിക്കുന്നത്. അതിലേക്ക് സൂചിപ്പിച്ചിട്ടാണ് അദ്ദേഹം ഇത് പറഞ്ഞത്. ഇത് ഷിൻഷിനത്താണ്, ഇത് ഷിൻഷിനത്താണ്, അഥവാ പ്രകൃതിയാണ്. നാം അതിനെ അറിയും അഹ്സമിൽ നിന്നും. അഹ്സമിന്റെ
മക്കള് പിൻപറ്റിയതുപോലെ ഒമൻ അസ്ബഹ അബാഹു ഫമാ സലം വലാകിന്നൽ അബ, പക്ഷെ പിതാവ് ഇദാ ജബറ ബഅദമാ കസറ, വീഴ്ച വരുത്തിയ ശേഷം അയാൾ പരിഹാരമുണ്ടാക്കിയാൽ, സംഗതി വീഴ്ച വന്നു പിന്നീട് അയാൾ പരിഹരിച്ചു. ആദം അലൈഹി സ്വലാം അതാണല്ലോ ചെയ്തത്. വഅമ്മറ ബഅദ അൻ ഹദമ, പൊളിച്ചതിന് ശേഷം പിന്നീട് നിർമ്മിച്ചു. എന്നാൽ ഫൽ യകുനിൻ നുസൂഉ ഇലൈഹി, അദ്ദേഹത്തിലേക്കുള്ള ആ പിൻപറ്റലാകട്ടെ ഫി കിലാ തറഫൈ നഫീ വൽ ഇസ്ബാത്തി, നഫിയുടെയും ഇസ്ബാത്തിന്റെയും രണ്ട് തറഫിലുമാവട്ടെ. അദ്ദേഹം എന്തിനെല്ലാം എവിടെയെല്ലാം ഇല്ലായ്മ ചെയ്തുവോ അതിനെ ഇവിടെ ഇല്ലായ്മ ചെയ്യുക, അവിടെ എന്തിനെല്ലാം ഉണ്ടാക്കിയോ സ്ഥിരപ്പെടുത്തിയോ അതിനെ പിന്നെ മക്കളും സ്ഥിരപ്പെടുത്തുക. വൽ വുജൂദി വൽ അദം, ഉണ്ടാകലും ഇല്ലാതാകലും, സ്ഥിരപ്പെടുത്തലും അസ്ഥിരപ്പെടുത്തലും. അദ്ദേഹം സ്ഥിരപ്പെടുത്തിയതിനെ നമ്മളും സ്ഥിരപ്പെടുത്തുക, അസ്ഥിരപ്പെടുത്തിയതിനെ നമ്മളും അസ്ഥിരപ്പെടുത്തുക. അദ്ദേഹം തെറ്റ് ചെയ്തെങ്കിൽ നമ്മളും തെറ്റ് ചെയ്യും. പക്ഷെ അദ്ദേഹം റുജൂഅ് ചെയ്തു, അപ്പൊ നമ്മളും റുജൂഅ് ചെയ്യണം. അതാണ് വലക്കത് ഖറഅ ആദമു, ആദം അലൈഹിസ്സലാം മുട്ടി സിന്നന്നദം, ഖേദത്തിന്റെ സിന്നിനെ അദ്ദേഹം മുട്ടി. സിന്നിനെ മുട്ടി എന്ന് പറഞ്ഞാൽ പിന്നെ സിന്നു കൊണ്ട് ഉദ്ദേശിക്കുന്നത് വയസ്സ് എന്ന് വെക്കാം, പല്ലെന്നൊരർത്ഥമുണ്ട്, അത് വേണ്ട, വയസ്സെന്ന് വെക്കാം. ഖേദത്തിന്റെ വർഷത്തിനെ അദ്ദേഹം മുട്ടി, അഥവാ പല വർഷങ്ങൾ ഖേദത്തിലായി അദ്ദേഹം നശിപ്പിച്ചു. ഖറഅക്ക് നശിപ്പിച്ചു എന്നർത്ഥമാണ് ഇത്തിഹാഫിൽ കൊടുത്തിരിക്കുന്നത്. ഖേദത്തിന്റെ വർഷങ്ങളെ അദ്ദേഹം നശിപ്പിച്ചു, അഥവാ ഖേദത്തിൽ അദ്ദേഹത്തിന്റെ വർഷങ്ങൾ അദ്ദേഹം ചെലവഴിച്ചു. തനദ്ദമ, അദ്ദേഹം ഖേദിച്ചു. അലാമ സബഖ മിൻഹു, അദ്ദേഹത്തിന് മുൻകടന്ന പാപത്തിന്റെ മേൽ അദ്ദേഹം ഖേദിച്ചു. തഖദ്ദം, മുൻകടന്നർത്ഥം. സബക്കയ്ക്ക് വേറൊരു വാക്ക് കൊടുത്തതാണ്, എല്ലാം സാഹിത്യമാണല്ലോ. ഫമൻ ഇത്തഖദഹു, ആരെങ്കിലും അദ്ദേഹത്തിനെ ഖുദുവത്തൻ, മാതൃകാ പുരുഷനായി സ്വീകരിച്ചാൽ, ഫി ദംബി, പാപത്തിൽ മാതൃകാ പുരുഷനായി, എന്റെ വാപ്പ ചെയ്തു ഞാനും ചെയ്യുന്നു എന്ന് പറഞ്ഞൊരുത്തൻ ചെയ്തു. ദൂരത്തോപ, തോബയെ കൂടാത്ത നിലയിൽ പാപ്പാടെ ഭാഗത്തും തോബയും ഉണ്ടായി പാപവും ഉണ്ടായി. ഇവനെന്ത് ചെയ്തു? പാപത്തിൽ മാത്രം പിൻപറ്റി ഖുദുവത്താക്കി മാതൃക പിതാവിനെ പാപം ചെയ്യുന്നതിൽ. എന്തിലില്ല? തോബയിലില്ല. എന്നാൽ ഫഖദ് സല്ലത്ത് ബിഹിൽ ഖദം, അയാളുടെ കദം ഇടറിപ്പോയി. ആ മനുഷ്യന്റെ കദം ഇടറിപ്പോയി, കാലിടറലുണ്ടായി, അയാൾ വഴിതെറ്റിപ്പോയി. പിന്നെന്താ വേണ്ടത്? മറിച്ച് അത്തജറുദു ലിമഹദിൽ ഖൈരി, വെറും ഖൈറിന് വേണ്ടി ഒരാൾ ഒഴിഞ്ഞിരിക്കുക എന്നുള്ളത് ദഅബുൽ മലായികത്തുൽ മുഖറബിൻ, മുഖറബുകളായ മലക്കുകളുടെ പതിവാണ്. നമുക്ക് സാധ്യമല്ല വെറും ഖൈറിന് വേണ്ടി ഒഴിഞ്ഞിരിക്കൽ. തജറുദു ലി ശർരി, ഷർറിന് വേണ്ടി ഒഴിഞ്ഞിരിക്കുക, വേറെ ഒന്നുമില്ല, ഷർറിന് വേണ്ടി മാത്രം ജീവിതം മാറ്റി വെക്കുക. ദൂന തലാഫി, പരിഹാരമില്ലാതെ. അത് സജിയത്തു ശയാത്തീൻ, പിശാചുകളുടെ പ്രകൃതിയാണ്, പിശാചുക്കളുടെ പ്രകൃതിയാണത്. ഷർറിൽ വീണതിന് ശേഷം നന്മയിലേക്ക് മടങ്ങൽ, അത് എന്താണ്? അത് ദറൂറത്തുൽ ആദമിയ്യന, മനുഷ്യരുടെ ദറൂറത്ത്. മനുഷ്യനാണോ അവൻ വീണാൽ എഴുന്നേൽക്കും, ഇടറിപ്പോയാൽ അവൻ നേരെയാകും. അപ്പൊ പാപം ചെയ്താൽ അവൻ തൗബ ചെയ്യണം. അപ്പൊ ഫൽ മുതജർരിദു ലിൽ ഖൈരി, ഖൈറിന് വേണ്ടി ഒഴിഞ്ഞിരിക്കുന്നവൻ മലക്കുൻ മുഖറബുൻ, അത് മലക്കുൽ മുഖറബ. ഇൻദൽ മലിക്കിൽ ദയ്യാൻ, ദയ്യാനായ രാജാവിന്റെ അടുക്കൽ, ഭരണാധികാരിയുടെ അടുക്കൽ, അധിപന്റെ അടുക്കൽ, പ്രതിഫലം നൽകുന്നവനായ അധിപന്റെ അടുക്കൽ ഇരിക്കുന്ന മുഖറബായ മലക്കാണ് നന്മയ്ക്ക് വേണ്ടി ഒഴിഞ്ഞിരിക്കുന്ന ആൾ. മനുഷ്യന് സാധ്യമല്ല. വൽ മുതജർരിദു ലി ശർരി, ഷർറിന് വേണ്ടി ഒഴിഞ്ഞിരിക്കുന്നവൻ ശൈത്താനാണ്, അവൻ ശൈത്താനാണ്, അവൻ നന്മ ചെയ്യാൻ പറ്റില്ല. എന്നാൽ വൽ മുതലാഫി ലി ശർരി ബിർറുജൂഇ ഇലൽ ഖൈർ, ഖൈറിലേക്ക് മടങ്ങൽ കൊണ്ട് ഷർറിനെ നീക്കിക്കളയുന്നവൻ, മായ്ച്ചു കളയുന്നവൻ, ബിൽ ഹഖീഖത്ത്, യഥാർത്ഥത്തിൽ ഇൻസാനൻ, അവൻ ഇൻസാനാണ്. ഖൈറിലേക്ക് മടങ്ങൽ കൊണ്ട് ഷർറിനെ മായ്ച്ചു കളയുന്നവൻ അവൻ ഇൻസാനാണ്, അവനാണ് ഇൻസാൻ. അങ്ങനെയാണ് ആവേണ്ടത് എന്നാണ് ഇമാം ഗസ്സാലി പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ളത് പിന്നീട് അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സാധുവിന് വേണ്ടി ദുആ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും.